ഹലോ, നമ്മൾ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചന്തുട്ടിൻ്റെ ബർത്ത്ഡേ വ്ളോഗാണ്. എല്ലാവർക്കും തമ്മിൽ കണ്ടപ്പോൾ തന്നെ ചന്തു മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഹാപ്പി ബർത്ത്ഡേ ടു യു. നമ്മുടെ കുട്ടിയുടെ ബർത്ത്ഡേ ആണെന്ന് അല്ല നമ്മുടെ പോലെ ഗിഫ്റ്റ് കിട്ടണം എന്നുള്ള ഒറ്റ വിചാരമുള്ള എൻ്റെ കുട്ടിക്ക് കിട്ടുക. അപ്പോൾ അവൻ്റെ വിചാരം ഗിഫ്റ്റ് ഇങ്ങനെ ബോക്സിലൊക്കെ ആക്കി കൊടുക്കുമല്ലോ, നമ്മൾ കവറൊക്കെ ചെയ്തിട്ട്, അങ്ങനെയാണ് ഗിഫ്റ്റ് കിട്ടുക എന്നാണ് വിചാരിച്ചിരുന്നത്. നമ്മളല്ലാണ്ട് ഇപ്പോൾ ഡ്രസ്സ് എടുത്ത് കൊടുത്താലോ അല്ലെങ്കിൽ എന്തെങ്കിലും ടോയ് വാങ്ങി കൊടുത്താലോ ഒക്കെ അതിങ്ങനെ വെറുതെ നമ്മൾ ആ പാക്കിങ് ചെയ്യാണ്ട് കൊടുക്കണോണ്ടാണോ എന്നറിയില്ല, അവൻ പറയാം എനിക്ക് ഗിഫ്റ്റ് വാങ്ങി തരുന്നില്ലല്ലോ എന്ന്. അപ്പോൾ ഇത്തവണ ഞാൻ സായിത്താൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗിഫ്റ്റായിട്ട് ബോക്സിലൊക്കെ ആക്കിയിട്ട് നമുക്ക് ഇത്തവണ കൊടുത്താൽ മതി, കാരണം നമ്മളല്ലാണ്ട് വാങ്ങി കൊടുക്കുമ്പോൾ അവനത് ഗിഫ്റ്റായിട്ട് തോന്നണില്ല. അപ്പോൾ ഇത്തവണ ഗിഫ്റ്റൊന്നും വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ അമ്പലത്തേക്ക് പോകാനാണ് കേട്ടോ റെഡിയായി നിൽക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ നല്ല മഴ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഗ്ലാസ് വെച്ച് അച്ഛനും മക്കളും ഷോ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മ ബാക്കിൽ കൈ കുത്തി നിൽക്കുക. അപ്പോൾ ഞാൻ അമ്മേനെ വിളിച്ചപ്പോൾ അമ്മ പേടിച്ചു കേട്ടോ. ഇനി ഞാനത് വീഡിയോയിൽ ഇടരുതെന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഞാൻ അമ്പലത്തേക്ക് പോവാണ്. മഴയുള്ളതുകൊണ്ട് ഒരൊറ്റ കുടയും എടുത്തിട്ടാണ് വന്നുള്ളൂ. പക്ഷേ എന്താ വെച്ചാൽ ഇങ്ങനെ അമ്പലത്തിൻ്റെ ഉള്ളിൽ നമുക്ക് നടക്കുമ്പോൾ ഈ കുടയും ചൂടി നടക്കാൻ എളുപ്പമല്ലല്ലോ. പോരാത്തതിന് തേജു ആണെങ്കിൽ തേജുവിനെ എടുത്തുകൊണ്ട് നടക്കണം. അവന് കുറേ നേരത്തേക്ക് അങ്ങനെയായിരുന്നു. രണ്ടാളുടെയും കൈ ഒരു ഇതാക്കിയിട്ടുണ്ട് കേട്ടോ തേജുട്ടൻ. പിന്നെ മഴയൊക്കെ കുറഞ്ഞതുകൊണ്ടാണെന്ന് അറിയില്ല, കുട അമ്പലത്തിൽ മറന്നു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തിരിച്ചു പോയി അതെടുത്ത് നേരെ നമ്മൾ ലാബിലേക്കാണ് കേട്ടോ പോയത്. ലാബിൽ പോയി അത്യാവശ്യം നല്ല ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ വീട്ടിലേക്കല്ല, അത് കഴിഞ്ഞ് തേജുവിന് പോളിയോ കൊടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പോളിയോൻ്റെ ദിവസമായിരുന്നല്ലോ. അപ്പോൾ തേജു ആണെങ്കിൽ അംഗനവാടിയിലെ ടീച്ചറെ കണ്ടപ്പോൾ തന്നെ അവന് നാണം വന്നു. പിന്നെ കൈ കണ്ടോ അതിങ്ങനെ വെച്ചിട്ടിരിക്കുകയാണ്, പേടിച്ചിട്ടാണോ എന്താണെന്ന് അറിയില്ല. അത് കഴിഞ്ഞ് നേരെ നമ്മൾ പച്ചക്കറി വാങ്ങാണ്ടായിരുന്നു, പിന്നെ ഇറച്ചിയൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ ഉച്ചക്കലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വീട്ടിലേക്ക് വന്നു. അപ്പോഴേക്കും അമ്മ ചായ വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡ് ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിയിട്ട് വരിക ചെയ്തത്, കാരണം ഉച്ചക്കേക്കുള്ള ഫുഡും വെക്കണം, രാവിലെയും കിടന്ന് ഇഷ്ടപ്പെടണ്ടേ. പിന്നെ അമ്പലത്തിൽ പോയി വരുമ്പോൾ ഈ നേരം ആവുമെന്ന് എനിക്കറിയാമായിരുന്നു, കാരണം മറ്റേ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ സായിത്താനാണെങ്കിൽ ഫുഡ് കഴിച്ചിട്ടും ടെസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ വിചാരിച്ചു വാങ്ങണതല്ലേ നല്ലതെന്ന്. പിന്നെ ചന്തൂട്ടനും ദേ സായിത്തേട്ടനും കൂടിയിട്ട് കേക്ക് വാങ്ങാൻ പോയിക്കാന്ന്. അപ്പോൾ കേക്ക് വാങ്ങി വന്നപ്പോൾ തന്നെ 8 വയസ്സായി എനിക്ക് എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അല്ലെങ്കിൽ തന്നെ വയസ്സ് കൂട്ടിപ്പറയൽ ഇത്തിരി കൂടുതലാണ് കേട്ടോ. ഇനി വലുതാകുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആവാണ്ടിരുന്നാൽ മതിയായിരുന്നു. പിന്നെ ആമയും അമ്പലും വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ആമീനത് ചിക്കൻ ഇളക്കാനായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ അമ്മ. അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ പിന്നെ ക്യാബേജിനെ ഒന്ന് അരിയാനായിട്ട് നിന്നതാണ്. മറ്റേ ചോപ്പറിൽ വെച്ച് ചോപ്പ് ചെയ്തതാണ്, വള്ളി പൊട്ടിപ്പോയിട്ടാണ്. പിന്നെ സായിത്തേട്ടനെ വിളിച്ചത് ശരിയാക്കാൻ നിന്ന്. അങ്ങനെ അവിടെ കുറച്ച് ടൈം പോയി. പിന്നെ ഏറ്റവും വലിയൊരു പണിയെന്ന് വെച്ചാൽ ഈ ബലൂൺ വീർപ്പിക്കലായിരുന്നു കേട്ടോ. കാരണം ഊതി ഊതി ഇത് പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അച്ഛനും മക്കളും കൂടിയിട്ട്. അത് പൊട്ടിച്ച് ഒരു പകുതി പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ ചന്തൂട്ടിൻ്റെ ആയാലും തേജൂട്ടിൻ്റെ ആയാലും ബർത്ത്ഡേക്ക് ഇതുവരെ നമ്മളിങ്ങനെ വലിയ ഫംഗ്ഷനായിട്ട് നടത്തിയിട്ടില്ല. എപ്പോഴും ഇതുപോലെ കുറച്ച് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് നമ്മളൊരു കേക്ക് വാങ്ങും, കട്ട് ചെയ്യും, അങ്ങനെയാണ്. അതായത് വീട്ടുകാർ മാത്രമുള്ള ഒരു പരിപാടി, അങ്ങനെയാണ് ഇതുവരെ ബർത്ത്ഡേ നടത്തിയിട്ടുള്ളൂ കേട്ടോ. അല്ലാണ്ട് വലിയ ഫംഗ്ഷനായിട്ട് ആളുകൾക്ക് വിളിച്ചിട്ട് നടത്തണം ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ചില ലിമിറ്റേഷൻസ് വെച്ചിട്ട് നമ്മൾ വേണ്ടാന്ന് വിചാരിച്ച് അങ്ങനെയേ പോയിട്ടുള്ളൂ. അപ്പോൾ ഇത്തവണയും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ കേക്ക് കട്ട് ചെയ്യണ നേരം ഇപ്പോൾ തേജു മെഴുകുതിരി ഊത് എന്ന് പറഞ്ഞിട്ട് പറയും. അപ്പോൾ ഞങ്ങൾക്ക് അതാണ് ചിരി വരികയാണ്. തേജുഒരു ഡയലോഗ് കേട്ടിട്ട് തേജുനാണെങ്കിൽ കേക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ എങ്ങനെയും ഒന്ന് ഇത് കൈക്കിലാക്കണം എന്ന് വെച്ചിട്ടാണ് ആളിരിക്കുന്നത്. അപ്പോൾ ചന്തുവിന് ഗിഫ്റ്റൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ ചന്തുവിന് അറിയില്ല, അവരുടെ കണ്ണ് വെട്ടിച്ചിട്ട് ഇത്തവണ ഞങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ട്. എല്ലാ തവണയും ഗിഫ്റ്റ് കൊടുക്കുമെങ്കിലും അത് ഇങ്ങനെ നമ്മൾ ബോക്സിലാക്കി പൊതിഞ്ഞ് കവർ ചെയ്തൊക്കെ കൊടുക്കണതും ഈ മറ്റോ നമ്മൾ സാധാരണ കൊടുക്കണതും വ്യത്യാസമുണ്ടെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത് കേട്ടോ. കാരണം അവരുടെ മൈൻഡിലെ ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ നല്ല കളറിലുള്ള പേപ്പറിലൊക്കെ പൊതിഞ്ഞ് കൊടുക്കണം. അപ്പോൾ ഇത്തവണ അതുകൊണ്ട് അങ്ങനെ തന്നെ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാമനും മാമിയും ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഒരാൾക്ക് മാത്രം വാങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റാൾക്ക് സങ്കടം വരുന്നുള്ളതുകൊണ്ട് രണ്ടുപേർക്കും വാങ്ങും കേട്ടോ. അപ്പോൾ സായിത്തേട്ടൻ ചന്തുവിനുള്ള ഗിഫ്റ്റും കൊണ്ട് അവിടെ പോയി നിൽക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ചന്തു കണ്ടിട്ടില്ല. പിന്നെ അമ്മാമ്മ അച്ചാച്ചനൊക്കെ വന്ന് കേക്ക് കട്ടിങ്ങും കൊടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ കൊടുക്കാനുള്ളത്. അപ്പോൾ ചന്തുവിന് ചെറിയൊരു ഡൗട്ട്, ചന്തു എന്താണ് നല്ലൊരു ഇതിൽ നോക്കുന്നുണ്ട് കേട്ടോ, ആകെ കിളി പോയ അവസ്ഥയിൽ. പിന്നെയാണ് കുട്ടിക്ക് ഗിഫ്റ്റ് ബോക്സിൽ കൊടുക്കുമ്പോഴാണ് ഒരു സന്തോഷം വന്നത് കേട്ടോ. അപ്പോൾ എന്താണെന്നുള്ള അതിലാണ് ചേട്ടനെയും കൂടി പൊട്ടിക്കുന്നത്. പക്ഷെ തേജുവിൻ്റെ മുഖം കണ്ടോ, തേജുവിന് അങ്ങോട്ട് സങ്കടം വരുന്നുണ്ട് കേട്ടോ. എനിക്കൊന്നും തന്നില്ലല്ലോ ആരും എന്നുള്ളതാണ് കുട്ടിയുടെ സങ്കടം കേട്ടോ.
അപ്പോൾ ഇവനെ പൊട്ടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അവന് കൊടുക്കാം എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എല്ലാ തവണയും ഈ കളിപ്പാട്ടങ്ങൾ വണ്ടികൾ ഇങ്ങനത്തേക്ക് കൊടുക്കുക. അപ്പോൾ അതൊക്കെ കൊടുത്ത് ഇപ്പോൾ അതൊക്കെ പരിപ്പിളക്കി ഒരു ഇതാക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും ഗിഫ്റ്റ് ആകുമ്പോൾ അത് കുട്ടികൾക്ക് യൂസ് ചെയ്യാലോ, അവർക്ക് ഒരു നല്ലതല്ലേ എന്ന് വെച്ചിട്ടാണ് ഇങ്ങനത്തെ വാങ്ങിയത്. അപ്പോൾ തേജുവിന് അങ്ങോട്ട് സങ്കടം വരികയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കും പാവം തോന്നിയിട്ടാ. പിന്നെ നമ്മൾ അവന് വാങ്ങാണ്ടിരിക്കില്ലല്ലോ. അങ്ങനത്തെ അവർ കൊടുത്തപ്പോൾ കിട്ടാനുള്ളത് കിട്ടിയപ്പോഴാണ് കേട്ടോ കുട്ടിക്ക് സമാധാനമായത്. വേഗം അങ്ങോട്ട് നോക്കി അപ്പോഴാണ് സ്പൈഡർമാൻ്റെ ഒരു ഷൂസാണ് കേട്ടോ തേജുവിന് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആൾക്ക് ഇഷ്ടമായി. പിന്നെ രണ്ടുപേരും അത് ഇടാനുള്ള ധൃതിയായിരുന്നു കേട്ടോ. ഡേറ്റ് ഓഫ് ബർത്ത് ആയതുകൊണ്ട് നമ്മൾ ഇത്തവണ നോണായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സദ്യ ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഈ ചെറുതായിട്ടൊരു ഊണ് അങ്ങോട്ട് റെഡിയാക്കി എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ചന്തുവിട്ട് ചെറിയൊരു പിണക്കത്തിലായിരുന്നു കേട്ടോ. അവന് ഞാനൊരു സംഭവം ഗിഫ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു കീ ചെയിൻ കേട്ടോ, ഷിൻജാൻ്റെ ഒരു കീ ചെയിനാണ്. അതിങ്ങനെ ഫേസ് ചേഞ്ച് ആയിട്ട് വരുന്നത്. അപ്പോൾ അത് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊരെണ്ണം ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു, മാറ്റി വെച്ചതിൻ്റെ ആയിരുന്നു സങ്കടം കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കൊടുത്തു. പിന്നെ അവൻ്റെ ഫ്രണ്ട്സിനുള്ളത് ചോക്ലേറ്റ് എടുത്തിട്ട് ഓടുകയാണ് കേട്ടോ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.